അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലിമിറ്റേഷൻസിൽ ഏറ്റവും ആദ്യത്തെ ലിമിറ്റേഷൻ തന്നെ സ്ലോ ഗ്രോത്ത് എന്നുള്ളതാണ്. അപ്പോൾ സ്ലോ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് പ്രോസസ്സ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എത്രയായിരുന്നോ അതിനനുസരിച്ച് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നാഷണൽ ഇൻകം ആയാലും പെർ ക്യാപിറ്റ ഇൻകം ആയാലും ഒക്കെ അത്രയും ഒരു ടാർഗറ്റിലേക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് സ്ലോ ഗ്രോത്ത്. സെക്കൻഡ് പോയിന്റ് നെഗ്ലക്റ്റ് ഓഫ് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ 5 ഇയർ പ്ലാൻ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള 5 ഇയർ പ്ലാനുകളിലൊന്നും തന്നെ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അഗ്രികൾച്ചർ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. നമുക്കറിയാം അഗ്രികൾച്ചറാണ് നമ്മുടെ ഇക്കോണമിയിൽ ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള സെക്ടർ ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് ഫസ്റ്റ് 5 ഇയർ പ്ലാനോട് കൂടി തന്നെ അവസാനിക്കുകയും സെക്കൻഡ് തൊട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ അത് നമുക്കൊരു ലിമിറ്റേഷനായിട്ട് നമുക്ക് കൊടുക്കാം, നെഗ്ലക്റ്റ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ. തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നമ്മുടെ 5 ഇയർ പ്ലാൻസിൽ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ ഒരു 5 ഇയർ പ്ലാൻസിന് സാധിച്ചിട്ടില്ല, വിച്ച് ഈസ് എ കോസ് ഓഫ് മെനി സോഷ്യൽ ഈവിൾസ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ഈവിൾസിന്, സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിൽ 5 ഇയർ പ്ലാൻ ഫെയിലിയർ ആയിരുന്നു. ഫോർത്ത് പോയിന്റ് വൈഡ് സ്പ്രെഡ് പോവർട്ടി ആണ്. ഫെയിലിയർ ടു അഡ്രസ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോബ്ലത്തെക്കുറിച്ച് 5 ഇയർ പ്ലാനിൽ വലിയൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നതാണ് പോവർട്ടി. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പോവർട്ടിയിലേക്ക് റിസൾട്ട്, അതിൻ്റെ ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാം വൈഡ് സ്പ്രെഡ് പോവർട്ടി ഇൻ ദ കൺട്രി. അപ്പോൾ അതും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് വൺ ഇൻഫ്ലേഷൻ. പോവർട്ടി ഈസ് അഗ്രിവേറ്റഡ് അണ്ടർ ദ സിറ്റുവേഷൻ ഓഫ് ഇൻഫ്ലേഷൻ. നമുക്കറിയാം ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷനിലാണ് കൂടുതലായിട്ട് പോവർട്ടി എന്ന് പറയുന്ന ഒരു ഫീച്ചർ എക്സിസ്റ്റ് ചെയ്യുക. അല്ല, ഇൻഫ്ലേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി സപ്ലൈ, നമ്മുടെ ഇക്കോണമിയിലുള്ള മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാണ്. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയുടെ വാല്യൂ ഫോൾ ചെയ്യും. മണിയുടെ വാല്യൂ ഫോൾ ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ സിറ്റുവേഷനിൽ പോവർട്ടി എന്ന് പറയുന്നത് കുറച്ചും കൂടെ അഗ്രിവേറ്റഡ് ആയിരിക്കും. പോവർട്ടി കുറച്ചും കൂടെ സിവിയർ ആയിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനാണ്. ദെൻ റൈസിങ് ഇൻഇക്വാലിറ്റി. With rapid economic growth, country has been witnessing a rise in the level of inequality. അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിനനുസരിച്ച് തന്നെ അതേപോലെ തന്നെ ഇനീക്വാലിറ്റിയും സൊസൈറ്റിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീക്വാലിറ്റി മീൻസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. റിച്ച് ആൻഡ് പുവറിൻ്റെ ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും ഇതുപോലെ തന്നെ 5 ഇയർ പ്ലാനിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമുക്കതിനെ പറയാം ഇൻഎഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഇൻഎഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷനും, ഇത് രണ്ടും നമുക്ക് ഒരു 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. വൺ ഈസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, സെക്കൻഡ് വൺ ഈസ് ഇൻഎഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിമിറ്റേഷൻസ് ഓഫ് ഇക്കണോമിക് പ്ലാനിങ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും. നമ്മൾ 2 വീഡിയോസായിട്ട് നമ്മൾ പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇക്കണോമിക് പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.